ഹലോ നമസ്കാരം. ഇന്ന് നവംബർ മാസം 24. ഈ ഒരാഴ്ച OTT റിലീസ് നടത്താനിരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ മൊത്തം 8 ചിത്രങ്ങളുടെ OTT റിലീസ് ഡേറ്റ് ആയിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിസ്റ്റിലെ ആദ്യത്തെ ഒരു ചിത്രമാണ് ജിഗ്ര. ആലിയ ഭട്ട് കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുണ്ടെന്ന ഏറ്റവും പുതിയ ബോളിവുഡ് ചിത്രമായിരുന്നു ജിഗ്ര ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമാണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 26 ആയിരിക്കും നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം ഒരു ഹിന്ദി ഭാഷയിൽ മാത്രം OTT റിലീസ് നടത്തുക. അടുത്ത രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് ഒരു തെലുങ്ക് ചിത്രത്തിൻ്റെതാണ്. എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന ETV വിൻ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമാണ്. ഒരു തെലുങ്ക് OTT പ്ലാറ്റ്ഫോമാണ് ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന നവംബർ മാസം 28 ആയിരിക്കും OTT റിലീസ് നടത്തുക. തെലുങ്ക് ഭാഷയിൽ മാത്രമായിരിക്കും ചിത്രം OTT റിലീസ് നടത്തുക. അടുത്ത നാലാമത്തെ അപ്ഡേറ്റ് ഒരു കൊച്ചു വെബ് സീരീസിൻ്റേതാണ്. കിഷോർ കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്ന ഏറ്റവും വലിയ തമിഴ് വെബ് സീരീസ് പാരഷൂട്ടിൻ്റേതാണ്. വെബ് സീരീസ് ഈ വരുന്ന നവംബർ മാസം 29 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിക്കുക. അടുത്ത അപ്ഡേറ്റും ഒരു തമിഴ് ചിത്രത്തിൻ്റേതാണ്. ജയൻ രവി കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ തമിഴ് ചിത്രമായിരുന്നു ബ്രദർ. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളിൽ തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന C5 എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമാണ്. ചിത്രം ഈ ഒരാഴ്ച തന്നെ ഒരു സർപ്രൈസ് OTT റിലീസ് നടത്തുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് ഒരു മലയാള ചിത്രത്തിൻ്റേതാണ്. നെസ്ലിൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ തിയേറ്ററുകളിലെല്ലാം വൻ വിജയമായിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രം മയാം കാതലിൻ്റേതാണ്. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളിൽ തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന മനോരമ മാക്സ് OTT പ്ലാറ്റ്ഫോമാണ്. ചിത്രം ഈ ഒരു ഡിസംബർ മാസമായിരിക്കും OTT റിലീസ് നടത്തുക. അടുത്ത അപ്ഡേറ്റ് ഒരു തെലുങ്ക് ചിത്രത്തിൻ്റേതാണ്. ദുൽഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ തെലുങ്ക് പാൻ ഇന്ത്യ ചിത്രമായിട്ടുള്ള ലക്കി ഭാസ്കറിൻ്റേത്. ലക്കി ഭാസ്കർ ചിത്രം ദീപാവലി റിലീസായിട്ട് തിയേറ്ററുകളിലെല്ലാം എത്തി വമ്പൻ വിജയമായി തീർന്ന ഒരു ചിത്രം കൂടിയാണ് ലക്കി ഭാസ്കർ. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ OTT റിലീസ് ഡേറ്റും കൺഫേം ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോം OTT അവകാശങ്ങളിൽ തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന ചിത്രം ഈ വരുന്ന നവംബർ മാസം 28 ആയിരിക്കും നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിൽ OTT റിലീസ് നടത്തുക. അടുത്ത അവസാനത്തെ ഒരു അപ്ഡേറ്റ് ആണ് എല്ലാ സിനിമാ പ്രേമികളും വളരെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന അമരൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൻ്റേത്. ശിവകാർത്തികൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ തിയേറ്ററുകളിലും വമ്പൻ വിജയമായിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു അമരൻ. ഈ ഒരു അമരൻ ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമാണ്. ഏതായാലും ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള OTT റിലീസ് ആയിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം ആദ്യവാരമായിരിക്കും OTT റിലീസ് നടത്തുക.